കർത്താവിൽ പ്രിയരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ജനത്തിൻ്റെ ഹൃദയം സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, എതിർ പ്രാർത്ഥനകൾ ഏക്കത്തില്ല. നിങ്ങളൊന്ന് പറഞ്ഞ്, ഹൃദയത്തിൽ കൈവച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞ്, എതിർ പ്രാർത്ഥനകൾ ഏൽക്കത്തില്ല. പറഞ്ഞ് ഈ നിമിഷം തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണം, എതിർ പ്രാർത്ഥനകൾ ഏൽക്കത്തില്ല. ഫയർ ഹോളി സ്പിരിറ്റ് ടച്ച്. ഫയർ ഹോളി സ്പിരിറ്റ് ടച്ച്. ഹോളി സ്പിരിറ്റ് യു ബ്രീനിയ നിയാസി ക്രൈൻ ടെലബസം ടീന മസം ടീനിയ നെയാറോ ദൂരോ സിയാറോൻ സീന മസ ടെലബ്രാൻറ്റനിയ. ഫയർ ഹോളി സ്പിരിറ്റ് ടച്ച്. ഹോളി സ്പിരിറ്റ് ഹീൽ ജീസസിനെ. യേശുവിൻ്റെ നാമത്തിൽ ഹീലാവട്ടെ. ഫയർ ഹോളി സ്പിരിറ്റ് ഹീൽ ജീസസിനെ യേശുവിൻ്റെ നാമത്തിൽ. ഫയർ റം ടു ലിയാ ഖ സം ടേ റം ധുന സാഖ തരാ ലിയാ റം ചീന മാസിയ യാ ഖ ദരാ സി ക്രൈൻ ടേലെ ബ്രൈൻ ടേനിയ യാ മാ ന സി ക്രൈൻ ടേലെ ബ്രൈൻ ടേനിയ. ഫയർ ഹോളി സ്പിരിറ്റ്. കർത്താവിനെ കാണിക്കുന്നത് ഇങ്ങനെ കർത്താവ് കാണിക്കുകയാണ്, ഈ സഹോദരന്മാർ തമ്മിൽ എന്നും അടിയാണ്. കർത്താവ് ഇന്നത്തെ ഗിഫ്റ്റ് ദൈവം നിങ്ങൾക്ക് തരാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഇനി നിങ്ങളെ ചെറുപ്പം മുതലേ നിങ്ങൾക്ക് സഹോദരനും സഹോദരി അല്ല ചേട്ടനും അനിയൻ തമ്മിൽ എന്നും ഇടി, എന്നും വഴക്ക്, അതൊരു ബന്ധനമാണ്. ഹല്ലേലൂയ പറഞ്ഞ് അങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞ് യേശുവിന് നന്ദി എന്നൊന്ന് പറഞ്ഞ്, എടാ ആ ബന്ധനം അഴിയും. എന്നെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആ ബന്ധനം അഴിയുന്ന ഒരാത്മാവുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ്. ഞാൻ വീണ്ടും ഒരു കാര്യം പറയുകയാണ്, യേശു മതം മാറ്റാനായിട്ട് വന്ന വ്യക്തിയല്ല. യേശു നിന്നെയുണ്ടല്ലോ ചേർത്ത് നിർത്താൻ വേണ്ടി വന്നതാണ്. നീയും നിൻ്റെ ആങ്ങളെയും നിൻ്റെ പെങ്ങളുമായിട്ട് കണക്ഷനാവണം. നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തമ്മിൽ ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കണ്ടേ? യേശുക്രിസ്തുവിനെ ആരാധിക്കണം. കടലിന് അതിരിട്ടിരിക്കുന്നത് ആരാ? ദൈവമാണ് കടൽ നിർമ്മിച്ചതും ആ മണൽത്തരികൾ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? അതിരിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 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 യേശുവെ നന്ദി പറഞ്ഞേ. ഈ വർഷം കടൽക്ഷോഭം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞേ. യേശുവെ കടലിന് അതിരിട്ടിരിക്കുന്നത് ഹല്ലേലൂയ. ഈ കടലും നീയുമായിട്ട് ചില ബന്ധങ്ങളുണ്ട്. ചില ബന്ധമല്ല, ഉറപ്പായിട്ട് ബന്ധമുണ്ട്. നീയും കടലുമായിട്ട് ബന്ധമുണ്ട്. ഹല്ലേലൂയ. കാരണം നിനക്ക് ഒരു അതിര് ദൈവം ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് കടൽക്ഷോഭം ഉണ്ടാവും, പക്ഷേ എന്നും കടൽക്ഷോഭം ഉണ്ടാവുമോ? എന്നും കടൽ കയറി കിടക്കുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ നിൻ്റെ ലൈഫിലും ചില സമയത്ത് ചില കടൽക്ഷോഭങ്ങൾ ഉണ്ടായിരിക്കാം. എന്നും നിൻ്റെ അനിയത്തിനെ നിൻ്റെ ആങ്ങളേനെ അടി ഉണ്ടാക്കാൻ പിശാചിനെ ദൈവം വരുത്തത്തില്ല. നീ യേശുവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ അനിയനെ വേണം, എനിക്ക് എൻ്റെ അനിയത്തിയെ വേണം. ഹല്ലേലൂയ. ഒരിക്കലും തെറ്റിക്കുന്നതല്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. അയ്യോ, പണമാണ് ഏറ്റവും വലുത്. യേശു പണം കണ്ടുകൊണ്ട് വന്ന വ്യക്തിയല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവം സ്നേഹമാണ്. യേശു സ്നേഹമാകുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആമേൻ പറയാവോ? ഹല്ലേലൂയ. യേശു നന്ദി എന്നൊന്ന് പറഞ്ഞേ. ഫയർ ഹോളി സ്പിരിറ്റ് ടച്ച്. ഹോളി സ്പിരിറ്റ് ഹീൽ ജീസസ് നെയിം. ഹീൽ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ ഹീലാവട്ടെ. അപ്പച്ച നിങ്ങളൊന്ന് പറഞ്ഞ്, യേശു സ്നേഹിക്കുന്ന ദൈവമാണ്. നിങ്ങൾ ഈ ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ പറയില്ലേ? നിങ്ങൾ പറയുമ്പോൾ ഈ വീഡിയോസ് കാണുന്ന അത്രയും പേരുടെ ആത്മാവിൽ ആ സ്നേഹം പകരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടലിന് അതിരിട്ടിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ്, കടലിന് അതിരിട്ടിരിക്കുന്ന ദൈവമാണ്. എൻ്റെ ലൈഫിൽ ഒരതിര് ദൈവം ഇടാൻ പോവുകയാണ്. ആമേൻ പറഞ്ഞ്. ഹല്ലേലൂയ. എൻ്റെ പ്രശ്നത്തിൻ്റെ മേൽ, എൻ്റെ പ്രശ്നത്തിൻ്റെ നടുക്ക് ദൈവം ഒരു അതിരിടാൻ പോവുക. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഫയർ ഹോളി സ്പിരിറ്റ് ടച്ച്. ഹോളി സ്പിരിറ്റ് ഹീൽ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ ഹീലാവട്ടെ. ഫയർ ഹോളി സ്പിരിറ്റ് ടച്ച്. ഹോളി സ്പിരിറ്റ്. നിങ്ങളൊന്ന് പറഞ്ഞ്, കർത്താവേ എനിക്ക് വലിയൊരു സമാധാനം വേണം. ഒന്ന് പറഞ്ഞേ. എൻ്റെ യേശുവിന് മാത്രമേ എനിക്ക് സമാധാനം തരാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്കൊന്ന് തുറന്ന് പറയാൻ പറ്റുമോ?
എനിക്ക് സമാധാനം തരാൻ പറ്റുന്നത് യേശുവിന് മാത്രമാണ്. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവിന് നന്ദി പറഞ്ഞേ. എൻ്റെ യേശു സമാധാന പ്രിയനാണെന്ന് ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനെ പറയുന്ന നിമിഷം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നടക്കും. ഹല്ലേലൂയ, എൻ്റെ യേശു സമാധാന പ്രിയനാണ്. പ്രൈസ് ദി ലോർഡ്. In the name of Jesus Christ and the fire Holy Spirit. ഹല്ലേലൂയ. കർത്താവ് എന്നെ കാണിക്കുന്നത് നിങ്ങൾക്കിനി എതിരില്ല. നിങ്ങളുടെ മുമ്പിൽ വലിയ തിരമാലകൾ അടിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് ആ തിരമാല വരത്തില്ല. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഭയങ്കര വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ കാലിലൊന്ന് ജസ്റ്റ് ഒന്ന് ഉരസിയിട്ട് അങ്ങോട്ട് പോകും. ആ പ്രശ്നങ്ങൾ വന്ന വഴിയിലൂടെ തന്നെ വിട്ടുപോകുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. തിരമാല പോലെ നിൻ്റെ അടുത്തേക്ക് നീ തിരമാല കാണുമ്പോൾ നീ ഭയപ്പെടും. In the name of Jesus Christ and the fire Holy Spirit. Touch Holy Spirit. Libizinia mazamte crying tulia ramtela ramtunia hasabtela ba ya brasaga tarania nia zain crying tola bazi. In the name of Jesus Christ, touch Holy Spirit. Heal Jesus name. Hallelujah. 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 യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. ഞാൻ തിരമാല കണ്ട് ഭയപ്പെട്ടു പോകത്തില്ല. ഒന്ന് പറഞ്ഞ്, തിരമാല കണ്ട് ഞാൻ ഭയപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ദൈവം എന്താ പറയുക, ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പസ്തോലന്മാരായിട്ട് കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മീശ പഠിച്ചെന്നും പറഞ്ഞൊരിക്കലും പാസ്റ്ററാവത്തില്ല. ഹല്ലേലൂയ. പ്രൈസിലോട് പറഞ്ഞ്, മീശ പഠിക്കുന്ന ഒരു പാസ്റ്ററാവുമോ? ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞാൽ പാസ്റ്ററാവുമോ? നോ, ഒരിക്കലും പാസ്റ്ററാവത്തില്ല. ദൈവമനുഷ്യനാവുമോ? ഇല്ല. നെഗറ്റീവ് എന്നും തരുന്നവനെ പാസ്റ്ററാകാൻ പറ്റുമോ? നെഗറ്റീവ് തരുന്നവൻ ഒരിക്കലും പാസ്റ്ററല്ല, അവനൊരു ദൈവമനുഷ്യനല്ല. ഹല്ലേലൂയ. അവൻ എന്താണ്? അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് പൈശാചിക സ്പിരിറ്റുകളാണ്. നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവ് തരുന്ന ഒരു വ്യക്തിയില്ലേ, നെഗറ്റീവ് ചിന്താഗതി നിങ്ങളെ ലോക്ക് ചെയ്യുന്ന, അതായത് നിങ്ങളെ സംശയത്തോടെ കാണുന്ന വ്യക്തിയിലെ ഒരു വ്യക്തി നിങ്ങൾക്ക് ടെൻഷൻ തരികയാണ്. ആ ടെൻഷൻ തരുന്ന വ്യക്തി ഉറപ്പായിട്ടും ആ വ്യക്തിയിലുള്ള ആത്മാവ് പരിശുദ്ധാത്മാവല്ല, ആ വ്യക്തിയിലുള്ള ആത്മാവ് ദുരാത്മാവാണ്, പൈശാചിക സ്പിരിറ്റാണ്. നിങ്ങൾക്ക് ടെൻഷൻ തരുന്നു, ഏത് വിഷയത്തിനും പരിഹാരം തരുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അത് നമുക്ക് ആ വ്യക്തിയുടെ ടോക്കിങ്ങിലൂടെ, ആ വ്യക്തിയുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാവും. In the name of Jesus Christ in the fire. പരസ്പരം ക്ഷമിക്കാൻ പറ്റാത്ത ആത്മാവ് പരിശുദ്ധാത്മാവല്ല. ചില മീശ പഠിച്ച പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് അവർ എന്താ പറയുക, കുറ്റപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കുറ്റപ്പെടുത്തുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. Hallelujah. In the name of Jesus Christ and the fire Holy Spirit. Touch Holy Spirit. ഭയപ്പെടുത്തുന്ന ദൈവമല്ല എൻ്റെ ദൈവം. വളരെ സിമ്പിളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൂട്ടുകാരനാണ് ഹോളി സ്പിരിറ്റ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവിനോട് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ മാറ്റണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? അയ്യോ, എനിക്ക് വീട് തന്നില്ലല്ലോ കർത്താവേ, എനിക്ക് എന്താ കർത്താവ് ഇത്രയും നാളായിട്ട് എനിക്ക് കഷ്ടപ്പാട് തന്നെയാണല്ലോ. ആണല്ലോ, അതൊരു ബന്ധനമാണ്. ആണല്ലോ, അതൊരു ബന്ധനമാണ്. ഹല്ലേലൂയ. എനിക്ക് കാറ് തന്നില്ലല്ലോ. തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ദൈവം തരത്തില്ല. പക്ഷെ നിങ്ങൾ പറയേണ്ടത്, എനിക്ക് ദൈവം വീട് തന്നു കഴിഞ്ഞു. അമ്മയും പറഞ്ഞ്, എനിക്ക് വീട് ദൈവം തന്നു കഴിഞ്ഞു. അമ്മയും പറഞ്ഞ്, എനിക്ക് വീട് ദൈവം തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞ്, യേശുവേ നന്ദി പറഞ്ഞ്. ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ദൈവം എനിക്ക് കാറ് തന്നു കഴിഞ്ഞു. ഫയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ദൈവം എനിക്ക് കാറ് തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം എൻ്റെ കുടുംബജീവിതം സക്സസ് ആക്കി കഴിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞ്, ദൈവം എനിക്ക് മക്കളെ തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം മക്കളെ തന്നിട്ട് നിങ്ങൾ വീണ്ടും പരാതി പറയാണ്, എൻ്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തന്ന മക്കളെ പറ്റി നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയോ? അയ്യോ, എൻ്റെ മകൻ ദൈവം എനിക്ക് തന്ന ദൈവത്തിൻ്റെ ദൂതനാണ് എൻ്റെ മകൻ. ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ മകൻ ഒരു ദൂതനായിട്ട് തന്നെ ഈ ലോകത്തിൽ അവൻ അനേക പേർക്കൊരു ഉണർവായിരിക്കും.
ഹല്ലേലൂയ. അവനെ എപ്പോഴും വിധിക്കുകയല്ല ചെയ്യണ്ടേ, അവൻ നല്ല കുട്ടിയാണെന്ന് അവനോട് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പറയാം. മറ്റുള്ളവരോട് നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയോ? അയ്യോ, എൻ്റെ മകൾ നല്ല വ്യക്തിയാണ്, അല്ല ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റാണ്. ഹല്ലേലൂയ. അവൻ്റെ കുറവുകളെയല്ല നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, പക്ഷെ അവൻ നല്ലതാണെന്ന് നിങ്ങൾ പറയണം. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എനിക്ക് ദൈവം തന്നതെല്ലാം നല്ലതായിരുന്നു. ഓ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ദൈവം തരത്തില്ല. ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതേ നിങ്ങൾക്ക് തരത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ വീട് പൊളിഞ്ഞു കിടക്കണമായിരിക്കും, പക്ഷെ അവിടെ താമസിക്കാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് ദൈവം നിങ്ങൾ നല്ലതെന്ന് പറയുമ്പോൾ ദൈവം നിങ്ങൾക്ക് പുതിയത് തരും. ഹല്ലേലൂയ പറഞ്ഞേ. യേശു നന്ദി പറഞ്ഞേ. ഇപ്പം നിങ്ങൾക്ക് ചെറിയ കാറ് തന്നെങ്കിലും നിങ്ങൾ എനിക്ക് ദൈവം തന്നതാണ്, ഒരു നല്ല കാറാണ് ദൈവം തന്നത്, നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ദൈവം നിങ്ങൾക്ക് നല്ല കാറ് തരും. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ. ചിലപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുക, നിനക്ക് നല്ല ചേട്ടനെ, നല്ലൊരു ഭർത്താവിനെ, ചിലപ്പോൾ ഒരു കറുത്ത കളറായിരിക്കാം, കറുപ്പായിരിക്കാം, ചിലപ്പോൾ പൊക്കം കുറവായിരിക്കാം, ചിലപ്പോൾ വണ്ണമില്ലായിരിക്കാം, ചിലപ്പോൾ ഓവർ വണ്ണമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായിരിക്കാം. പക്ഷേ നീ പറയുകയാണ്, നീ എന്താ പറയേണ്ടതെന്നറിയോ? അയ്യോ, എനിക്ക് ദൈവം തന്നത് നല്ലതാണ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പോൾ അതെന്ത് ചെയ്യും? അത് നല്ലതായി വരും. ഓ നല്ലതായി. ഓ ആകുന്നു. മനസ്സിലാകുന്നു? ആകുന്നു. അതൊരു ക്ലോസിംഗ് ആണ്. നല്ലതായിട്ട് തന്നെ വരും. ആകുന്നു. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ഫയർ ഹോളി സ്പിരിറ്റ്. ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ആമേൻ. അങ്ങനെ തന്നെ. നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് സംസാരിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ ദൈവത്തിന് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല. നിങ്ങളെന്നും കഷ്ടപ്പാടാണ് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം ദൈവം സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമ്മളും സ്റ്റാൻഡേർഡ് ആയിരിക്കണം. ആമേൻ പറഞ്ഞേ. ദൈവം സ്റ്റാൻഡേർഡാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അപ്പുറം. ദൈവം നോക്കുന്നത് നീ എത്ര സ്റ്റാൻഡേർഡ് ആണെന്നാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. ഐ ആം സ്റ്റാൻഡേർഡ്. ഒന്ന് പറഞ്ഞേ, ഐ ആം സ്റ്റാൻഡേർഡ്. ഓ ഫയർ ഹോളി സ്പിരിറ്റ്. നിന്നെ ദൈവം ആക്കി ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് ഒരു സ്വർഗീയ ദൂതനെ പോലെയാണ്. നീ സ്വർഗത്തിലെ ഒരു ദൂതനായതുകൊണ്ട് നിന്നെ തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഈ 2026 ജീവനോടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ ദൂതന്മാരായതുകൊണ്ടാണ് ഈ ഭൂമി നിങ്ങളെ ദൂതനാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി എന്നൊന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഐ ആം ദൂതൻ. ഒന്ന് പറഞ്ഞേ, ഞാൻ ദൂതനാണ്, ഞാൻ സ്വർഗത്തിൻ്റെ ദൂതനാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അയ്യോ, എൻ്റെ വായിൽ നിന്ന് നെഗറ്റീവ് അല്ല വീഴുന്നുണ്ട്, മറ്റുള്ളവരെ വിധിക്കുകയല്ല ചെയ്യേണ്ടത്. അയ്യോ, ഇനി 2026 ചില വ്യക്തികൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. 2026 എല്ലാ കുട്ടികളും കണ്ടില്ലേ, ഞങ്ങളെപ്പോലെയൊന്നും അല്ല ഫോണൊക്കെ അവർ ഉപയോഗിക്കുന്നതോ. അയ്യോ, കൊച്ചു കുട്ടികളൊക്കെ എത്ര ടാലൻ്റ് ആയിട്ടാണ് എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അവർ ബ്രാൻഡഡാണ്. ഇപ്പോഴുള്ള കുട്ടികൾ ബ്രാൻഡഡാണ്. അവർ സ്വർഗത്തിൻ്റെ ദൂതന്മാരാണ്. അവർക്ക് നമ്മളെക്കാൾ ബുദ്ധിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴുള്ള തലമുറയുള്ള കുട്ടികൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അവരൊരിക്കലും തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കണം. നിങ്ങളെന്നും പഴയ മനുഷ്യരാണെന്നും പറഞ്ഞ് അങ്ങനെ തന്നെ അവരെ പിടിച്ചു വളർത്തുകയല്ല ചെയ്യേണ്ടത്. അവരെ പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ ഓരോ യാത്രയിലൂടെ അവരെ യാത്ര ചെയ്യിപ്പിക്കണം. അയ്യോ, നിങ്ങളെവിടെയും പോയില്ല, എന്നാൽ ശരി അവരെ ഞാൻ പിടിച്ച് കൂട്ടിലടയ്ക്കുക, അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവരെ പുതിയ വഴികളിലൂടെ അവരെ സപ്പോർട്ട് ചെയ്യണം. ഹല്ലേലൂയ. നിന്നെ എന്നും കാളയായിട്ട് വിളിക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. ഒരുപാട് കൊച്ചുമക്കളെ ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. അവർ ഒരുപാട് വേദനയാണ്. എന്നോട് കർത്താവ് പറയുകയാണ്, മോനത് എന്നോട് കർത്താവ് സംസാരിക്കുന്നു എന്നോട്. ഇത് തന്നെ എന്നോട് പറയുന്നു, ആ കൊച്ചുമക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അത് പെൺകുട്ടി ആയാലും ശരി, ആൺകുട്ടി ആയാലും നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും. എൻ്റെ മക്കളെ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. അവരെ അടുത്ത പടിയിലേക്ക് കയറ്റുക തന്നെ ചെയ്യണം. നീയോ ഇങ്ങനെ കുഴിക്കകത്ത് ബന്ധിസ്ഥനായി കിടക്കുന്നു, പക്ഷെ നിൻ്റെ മക്കളിലൂടെയാണ് ദൈവം ഒരു വലിയൊരു അത്ഭുതം ചെയ്യുന്നത്. നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. നിൻ്റെ മക്കളിലൂടെ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ.
ഇപ്പോൾ ഉള്ള കാരണവന്മാർ ഒരു കാരണവശാലും ഒരു 40 വയസ്സിന് മുകളിലേക്കുള്ള ഒരു കാരണവശാലും ഒരു മക്കളെയും വിധിക്കാൻ പാടില്ല. നിങ്ങൾ വിധിച്ചാൽ കർത്താവിനെ കാണിച്ചത് അവർ മരണത്തിലേക്ക് പോകുന്നത് കർത്താവിനെ കാണിക്കുന്നു. നിങ്ങളുടെ പഴയ അഭിഷേകമല്ല ഇപ്പോൾ ഉള്ള ബ്രാൻഡ് കുട്ടികൾ, അവർ സ്വർഗത്തിൻ്റെ ദൂതന്മാരാണ് കർത്താവിനോട് പറയുകയാണ്. നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമെന്ന് കർത്താവ് പറയുന്നു. കാരണവന്മാരായിട്ട് നിൽക്കുന്നവർ മക്കളെ സപ്പോർട്ട് ചെയ്യാതെ എപ്പോഴും അവരെ കുറ്റം വിധിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ ഈ മക്കളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് ആ വചനം നിങ്ങളുടെ ഉള്ളിൽ വേണം. ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും എന്നെ കേട്ടുന്നുണ്ടെങ്കിലും ഞാനത് പറയാനുള്ളത് തുറന്നു പറയും. അവരെ വിധിക്കാൻ പാടില്ല. മക്കളെ നിങ്ങൾ വിധിക്കരുത്. നിങ്ങൾ മക്കളെ വിധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ മരണക്കുഴിയിലേക്ക് നിങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. 40 വയസ്സിന് മേളിലേക്കുള്ളവരടുത്താണ് ഞാൻ പറയുന്നത്. ഒരു 35 വയസ്സിന് മേളിലേക്കുള്ളവരടുത്ത് 35-ന് 40-നൊക്കെ അങ്ങനെ അവിടുന്ന് മുകളിലേക്കുള്ളവരടുത്ത് പറയുകയാണ്, നിങ്ങളുടെ ബ്രാൻഡല്ല ഇപ്പോൾ ഉള്ള കുട്ടികൾ. ഹല്ലേലൂയ. അവർ വേറെ റിലമാണെന്ന് കർത്താവ് പറയുന്നു. നിങ്ങളുടെ ഒരു കളി അവരുടെ അടുത്ത് നടക്കത്തില്ല. നിങ്ങൾ അവരെയും കൂടെ ഒരിക്കലും നെഗറ്റീവ് ആക്കരുത്. നിങ്ങൾ വിധിക്കാൻ നിൽക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് അങ്ങനെ തന്നെ എന്നോട് സംസാരിക്കുന്നു. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അവരെ സപ്പോർട്ട് ചെയ്യണം. മീശ പഠിച്ച പാസ്റ്റർമാർ അത് പറഞ്ഞു, തേങ്ങ പറഞ്ഞു, അഭിഷേകം ഇല്ലാത്തവർ പലതും പിടിച്ചു പറയും. നിങ്ങൾ അത് കണ്ട് തുള്ളാൻ നിന്നാൽ നിങ്ങൾ അടുത്തത് മരണക്കുഴി നിങ്ങൾ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഭയങ്കര ആത്മീയത്തിൽ നിൽക്കുന്നവരായിരിക്കാം, നിങ്ങൾക്ക് അഭിഷേകം ഉണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ ഉള്ള കുട്ടികൾ അങ്ങനെയല്ല. ഫയർ ഹോളി സ്പിരിറ്റ് കർത്താവിനോട് പ്രത്യേകം നിങ്ങളടുത്ത് പറയാൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾ മക്കളെ വിധിക്കാൻ പാടില്ല. ഹല്ലേലൂയ പറഞ്ഞേ, യേശുവേ നന്ദി പറഞ്ഞേ, യേശുവേ നന്ദി. ഫയർ ഹോളി സ്പിരിറ്റ്. വിധിക്കുന്നവർക്ക് ഒരിക്കലും മക്കൾ പോലും ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. ഫയർ ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് അടുത്ത റിലം വേണം. നിങ്ങൾ നിങ്ങളുടെ തന്നെ കുറവുകളെ നിങ്ങൾ കർത്താവിനോട് ഏറ്റു പറയണം. നീ എന്നിട്ട് മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കാൻ പോവല്ല ചെയ്യണ്ടേ, നിൻ്റെ കുറവുകൾ നീ നിരത്തണം. നീ നിരത്തി കർത്താവിന് സമർപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് നീ മറ്റുള്ളവരെ പ്രവചിക്കാൻ നിൽക്കുന്നോ? നിൻ്റെ കുറവുകൾ വെച്ചിട്ട് നീ മറ്റുള്ളവരെ പ്രവചിക്കലാണോ നിൻ്റെ പരിപാടി? അന്നോ. ഹല്ലേലൂയ. നിൻ്റെ കണ്ണിന് കാഴ്ചയില്ലാതെ നീ മറ്റുള്ളവൻ്റെ കണ്ണിൻ്റെ കോലെടുക്കാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നിൻ്റെ കണ്ണിൽ വലിയ കോല് കിടക്കുന്നു, എന്നിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിന് അതല്ല. നിൻ്റെ കണ്ണിന് ആദ്യം സൗഖ്യം വരുത്തണം. അത് നീ ഉപസിച്ച് നിനക്ക് ആദ്യം ഒരു സൗഖ്യം വരുത്തിയതിന് ശേഷം വേണം നിൻ്റെ ആത്മാവിനെ അവർക്ക് കൊടുക്കാൻ. ഹല്ലേലൂയ. ജീസസ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. നിനക്ക് ആദ്യം സൗഖ്യം വരണം. അത് നീ ഉപസിക്കണം. നിൻ്റെ തലയ്ക്കകത്ത് ആദ്യം ബുദ്ധി വരണം, വചന വെളിപ്പാട് വരണം, വെളിപ്പാട് നീ കാണണം. ദൈവം നിന്നോട് നിർത്താതെ സംസാരിക്കണം. നിനക്ക് മറ്റുള്ളവൻ്റെ മനസ്സും വേദനകളും അറിയാൻ പറ്റണം. അങ്ങനെ നീ ഒരു പൂർണ്ണതയിൽ നീ ഉപസിച്ച് നീ ആത്മാവിൽ ദരിദ്രനായതിന് ശേഷം നീ ഒരു പവർ ആയതിനു ശേഷം ഹല്ലേലൂയ നീ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കണം. നീ ബന്ധിക്കപ്പെട്ട് കിടന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ തന്നാൽ എങ്ങനെ ശരിയാവും? നിൻ്റെ ആത്മാവായിട്ട് എങ്ങനെ കണക്റ്റാവും? നീ പറ. നിനക്ക് ആദ്യം ഹീലിംഗ് വേണം. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ക്യാൻസർ വെച്ചുകൊണ്ട് നീ മറ്റുള്ളവരുടെ ക്യാൻസറിന് പ്രാർത്ഥിക്കാൻ പോയാൽ എങ്ങനെ ശരിയാവും? നീ ആദ്യം ഉപവസിക്ക്. നീ ഒരു റൂമിൽ ഇരുന്നിട്ടായാലും ഉപവസിച്ച് നീ ഒന്ന് പുറത്തു വാടാ. ഹല്ലേലൂയ. ഇതാ എന്നോട് കർത്താവ് പറയുന്നത്. നീ ഒരു യേശു പൂർണ്ണരൂപനായി. അമ്മ പറയുന്നവർ വേണേൽ പറഞ്ഞു, നീയൊക്കെ പിടിച്ചാൽ നിനക്ക് കൊള്ളാം. യേശു പൂർണ്ണരൂപനായതിന് ശേഷമാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. യേശു പൂർണ്ണരൂപനായതിന് ശേഷമാണ് യേശു എന്ത് ചെയ്തത്? യേശു ഇറങ്ങിയത്. ഹല്ലേലൂയ. നിന്നെ പൂർണ്ണരൂപനാക്കിയതിന് ശേഷമാണ് മരുഭൂമിയുടെ അങ്ങേയറ്റം വരെ നിന്നെ കൊണ്ടുപോകത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ അതിനു മുമ്പ് എടുത്ത് ചാടാൻ നിൽക്കരുത്. നീ അതിനു മുമ്പ് എടുത്ത് ചാടുന്നത് കൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നിനക്ക് നീന്താൻ അറിയത്തില്ല, നീ കയത്തിൽ മുങ്ങിപ്പോവും. വലിയൊരു തിരമാല വന്നാൽ നീ അതിൻ്റെ അകത്ത് പെട്ടുപോകും. നീ മറ്റുള്ളവൻ്റെ പ്രവചനത്തിൽ കയറി പിടിച്ച് വലിയ ആളാവാതെ നിന്നോട് ദൈവം എന്ത് സംസാരിക്കുന്നത്? അതാ നീ സംസാരിക്കേണ്ടത്. നിന്നോട് ദൈവം എന്താണ് സംസാരിക്കുന്നത് അത് നീ ഫോളോ ചെയ്യാൻ നോക്ക്. ഹല്ലേലൂയ പറഞ്ഞേ. നിനക്ക് അഭിഷേകം കിട്ടിയില്ല, എന്നാൽ നീ ഉപവസിച്ച് നീ അഭിഷേകം പ്രാപിക്കണം. നീ മറ്റുള്ളവരെ കയറി നിനക്ക് അഭിഷേകമില്ലാതെ മറ്റുള്ളവരെ കയറി വിധിക്കലല്ല നിൻ്റെ പരിപാടി. ഫയർ ഹോളി സ്പിരിറ്റ്. ഒരിക്കലും വിധിയായിട്ട് നിന്നാൽ നീ ഉറപ്പായിട്ട് നീ പെട്ടുപോകും. ഹല്ലേലൂയ. നിൻ്റെ ഹൃദയം സന്തോഷിക്കണം.
അതാ കർത്താവ് പറയുന്നത്, ഫയർ ഹോളി സ്പിരിറ്റ്. ഇനി നിങ്ങൾ നല്ല നല്ല ഉപദേശത്തിനായി നിങ്ങൾ പ്രെയർ ചെയ്യാം. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇനിയും വരും. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ, ധാരാളം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. യേശുവേ നന്ദി. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഓക്കെ, നന്ദി കർത്താവേ. ഹല്ലേലൂയ.